ഓക്കെ, പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് സർക്കാർ നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്ന് ഹൈക്കോടതി. നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി പറയുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, അവിടെ മന്ത്രി എം പി രാജേഷ് നേരിട്ടെത്തി ഈ അഹല്യയിലെ മഴക്കുഴി ഒക്കെ സന്ദർശിച്ച് എല്ലാവരെയും വിളിച്ചതൊക്കെ ആണെങ്കിലും അവിടെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു പ്രാഥമിക പഠനവും ഉണ്ടാവാതെയുള്ള അനുമതി എന്നുള്ളതായിരുന്നു. അത് തന്നെയാണോ ഹൈക്കോടതി കണ്ടെത്തൽ? വിഷ്ണു, ഹാഷ്മി, അതേ നിഗമനത്തിലേക്ക് തന്നെ ഹൈക്കോടതിയും എത്തുകയാണ്. വിശദമായ പഠനം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിട്ടില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ സർക്കാർ നൽകിയിട്ടുള്ള പ്രാഥമിക അനുമതി റദ്ദ് ചെയ്തിരിക്കുന്നത്. ഒയാസിസ് കമ്പനിക്കാണ് സർക്കാർ ഡിസ്റ്റിലറി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയത്. അതിപ്പോൾ അതിന്റെ പ്രാഥമിക അനുമതി റദ്ദ് ചെയ്തിരിക്കുന്നു. അതായത് നടപടിക്രമങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കൃത്യമായുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ആ മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട് വിശദമായുള്ള പഠനമൊന്നും നടന്നിട്ടില്ല. ഈ ഹർജിക്കാരടക്കം ചൂണ്ടിക്കാണിച്ചത് അവിടുത്തെ കുടിവെള്ളം അടക്കമുള്ള വിഷയങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും അതിലേക്കൊന്നും ഒരു വിശദമായ പഠനത്തിലേക്ക് പോകാൻ നിലവിൽ സർക്കാർ തയ്യാറായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ അനുമതി നൽകുന്ന സാഹചര്യത്തിലേക്ക് പോയി. ആ സാഹചര്യത്തിൽ വിശദമായി പഠനം നടത്തി അതിൻ്റെ ചട്ടങ്ങളൊക്കെ പാലിച്ച് അതിനുശേഷം മാത്രം അനുമതി നൽകാം, വീണ്ടും ഒരു അനുമതി നൽകാം എന്ന നിലപാടാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ചുമൊക്കെ വലിയ തിരിച്ചടിയാണിത്. അവിടെ നടന്ന പ്രതിഷേധങ്ങളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. ആ പ്രതിഷേധ സമിതിയും ആ പഞ്ചായത്തും ഒക്കെ എടുത്ത നിലപാടിനെ ഗണ്ണിക്കുന്നതായിരുന്നു എക്സൈസ് മന്ത്രിയുടെ നിലപാട്. എക്സൈസ് മന്ത്രി അവിടെ നേരിട്ട് പോയി അവിടെ ചട്ടങ്ങൾ പാലിച്ചാണ് പഠനങ്ങൾ നടത്തിയാണ് ഇത്തരത്തിലുള്ള അനുമതിയിലേക്ക് സർക്കാർ പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നിലവിൽ കോടതി ഡിവിഷൻ ബെഞ്ച് അതൊന്നും പരിഗണിക്കുന്നില്ല. ഡിവിഷൻ ബെഞ്ച് അവിടെ കൃത്യമായി പഠനം നടത്തിയിട്ടില്ല എന്ന ടേക്ക് എടുക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒയാസിസ് കമ്പനിക്ക് നൽകിയിട്ടുള്ള പ്രാഥമിക അനുമതി റദ്ദ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിന് അവിടെ ഈ അനുമതി നൽകണമെങ്കിൽ അതിൽ വിശദമായ പഠനം നടത്തണം, സാമൂഹിക പാരിസ്ഥിതിക പഠനങ്ങൾ നടത്തണം. അതിനുശേഷം ചട്ടങ്ങൾ പാലിച്ച് വീണ്ടും അനുമതി നൽകാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.